ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് അയലമീനാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ വെട്ടി താണ്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 3 അയലയെ ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ വറക്കാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ചക്കയൊക്കെ വേവിക്കാനുണ്ട്. അപ്പോൾ ഇത്തിരി മീൻ മുളകിട്ടത് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇത്തിരി കറി വയ്ക്കുന്നത്. അപ്പം മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടികൾ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായി ചൂടാക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഞാൻ വടക്കംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. കറി നന്നായി വെട്ടി തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മീനങ്ങ് പൊടിഞ്ഞു പോകും. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം തന്നെ ഞാൻ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിലാക്കി കുറച്ച് നേരം മീൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഞാൻ നേരത്തെ ചേർത്തതുകൊണ്ട് പിന്നെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇന്ന് ഞാൻ മീൻകറിയിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് തക്കാളി ചേർക്കാഞ്ഞത്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് ചാറൊന്നും ഞാൻ എടുക്കുന്നില്ല. കുറുകിയൊരു മീൻ ചാറ് അത്രയേ ഉള്ളൂ. കണ്ട മീനൊക്കെ സെറ്റായിരിപ്പുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ചക്ക വേവിക്കാൻ ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് തന്നതാണ് ചക്ക. അതിൻ്റെ കുറച്ചിരുന്നു, ഇനി ഇത്തിരിയേ ഇരിപ്പുള്ളൂ. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കുക്കറി വേവിക്കാമെന്ന് കരുതി. ചക്കയും ചക്കക്കുരുവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുള്ള അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുരുമുളക്, ഇത്തിരി കാന്താരി, ഒരു 3-4 അല്ലി കാന്താരി എല്ലാം കൂടി എടുത്ത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് ചക്കയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ചക്ക നന്നായി വെന്ത് കിട്ടും. ഞാൻ നേരത്തെ തന്നെ അരപ്പ് ഇതിലേക്ക് ചേർത്തതാണ്. ആ ചക്ക വെന്തതിന് ശേഷം അരപ്പ് ചേർത്താലും മതി. ഇന്ന് ഞാൻ എളുപ്പത്തിന് ഇച്ചിരിയെ ചക്കയുള്ളല്ലോ, അതുകൊണ്ട് ഒരു എളുപ്പത്തിന് ഞാൻ മൊത്തത്തിലങ്ങ് വെച്ച് വേവിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡിയാണ്. നല്ല ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത്തിരി ചക്കയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ച് ചേർത്തങ്ങ് വെച്ചത്. പിന്നെ ദാണ്ട 2 അയില ഞാൻ വറുക്കാൻ എടുത്തിട്ടുണ്ട്. അത് ദാണ്ട മുറിച്ച് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അറിയാമല്ലോ, നമ്മുടെ മീൻ വറുക്കുന്നതിന് പ്രത്യേകിച്ച് പൊടികളൊന്നും ഒരുപാടില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി നാരങ്ങ നീരിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ ഒന്ന് പുരട്ടി വെച്ച് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കാൻ. നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയിട്ട് മീനും എടുത്ത് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പം നമ്മുടെ അയല മീൻ ഫ്രൈയും ഇവിടെ റെഡിയാണ്. കണ്ടേ, നമ്മുടെ അയല മീൻ 2 സൈഡും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതീയിലിട്ട് വേണം നമ്മൾ മീൻ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ മീനിൻ്റെ ഉള്ളൊന്നും അങ്ങോട്ട് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുതീയിൽ വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പം നമ്മളിന്ന് ചക്ക വേവിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. എന്നാൽ ഒരു മെഴുകുരട്ടിയും കൂടെ ആവട്ടെ എന്ന് കരുതി അതിന് കായാണ് എടുത്തത്. പച്ചക്കായ, നമ്മുടെ പച്ചക്കറിയിലൊക്കെ കിട്ടുന്ന കായ ഉണ്ടല്ലോ, ചെറിയ സൈസ് കായായിരുന്നു. അത് പിന്നെ വെട്ടിരുന്നാൽ പഴുത്ത് പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ഇത്തിരി മെഴുകുരട്ടി വെക്കാമെന്ന്. അപ്പം കായൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടിയിലേക്ക് അതിലേക്കൊരു സവാള അരിഞ്ഞത്, നീളത്തിൽ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച്, ഒത്തിരി വെള്ളത്തിൻ്റെ കാര്യമേ ഉള്ളൂ. കായ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്ക് കായൊന്ന് വേവിച്ചെടുക്കാം. കായൊന്ന് ഒരിക്കലും കുഴഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം വെച്ച് നമുക്ക് വേവിച്ചാൽ മതി. പിന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കായ മെഴുക്കുരട്ടി ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ കായ മെഴുക്കുരട്ടി. എപ്പോൾ പച്ചക്കറി കൊണ്ടുവന്നാൽ അതിൽ കിടക്കുന്ന കായ ഇവിടെ കിടന്ന് പഴുത്ത് പോകത്തേ ഉള്ളൂ, ഒന്നിനും എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇന്നങ്ങ് മെഴുക്കുരട്ടി വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇന്നലത്തെ ചിക്കൻ കറി ഇത്തിരി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഇത്രയൊക്കെ മതി നമ്മുടെ കറികൾ. പാത്രത്തിലേക്ക്
ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചക്ക വേവിച്ചത് വെച്ച് കൊടുക്കാം. കുറച്ച് ചക്കയുള്ളായിരുന്നു, അത് ദാണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചക്കയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിന്ന് ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയൊന്നും. പിന്നെ നമ്മുടെ അയലക്കറി, ഒരു കഷ്ണം അയല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരി നന്നായിട്ട് കുറുകിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അയല. ഗ്രേവി അങ്ങനെ എടുത്തിട്ടേ ഇല്ല അതിലേക്ക്. പിന്നെ അയലക്കറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി വെച്ചല്ലോ, മെഴുക്കുവരട്ടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെച്ചത് എന്തായിരുന്നു? മീൻ വറുത്തതാണ്. ഒരു കഷ്ണം അയല വറുത്തതും കൂടെ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ, അതും കൂടി ഇത്തിരി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഭംഗിയായിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഇത്തിരി ചിക്കൻ്റെ കറിയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ്. എല്ലാവരും കഴിക്കാൻ വന്നോളൂ. നമ്മുടെ ഉച്ചയൂണ് അയലക്കറിയും അയല വറുത്തതും ചക്ക വേവിച്ചതും ചിക്കൻ കറിയും മെഴുക്കുരട്ടിയും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.